Hello guys, Sanika here. Welcome to Lisa Tutorials. I'm really sorry. First of all, I'm really sorry. ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ഗ്യാപ്പ് വരുന്നുണ്ട്. കാരണം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സ്ട്രേറ്റ് ടു ദ ടോപ്പിക്. നമ്മുടെ ചാനലിൽ CMA ഇൻ്റർ ഗ്രൂപ്പ് 2 ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ സ്റ്റഡി നോട്ട് 7 ആണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. എക്കണോമിക്സ് ഓഫ് മെയിൻ്റനൻസ് ആൻഡ് സ്പേസ് മാനേജ്മെൻ്റ് ആണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ്, പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ്, റൊട്ടീൻ മെയിൻ്റനൻസ്, പ്ലേസ്മെൻറ്റ് ഓഫ് മെഷീൻസ്, റീപ്ലേസ്മെൻറ്റ് ഓഫ് മെഷീൻസ്, സ്പെയർ പാർട്സ് മാനേജ്മെൻറ്റ്. ഈ 5 ടോപ്പിക്കാണ് വരുന്നത്. വളരെ ചെറിയ ചാപ്റ്ററാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ഫുൾ മാർക്ക് മേടിക്കാൻ വേണ്ടി പറ്റും. കൺസെപ്റ്റ് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ എഴുതാവുന്ന കാര്യങ്ങൾ ഇതിൽ വരുന്നുള്ളൂ എന്നുള്ളതാണ് സത്യാവസ്ഥ. ദെൻ നെക്സ്റ്റ് നമുക്ക് ആദ്യമേ തന്നെ ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് എന്താണെന്നുള്ളത് നോക്കാം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. നമ്മളൊരു മെഷീൻ മേടിക്കുന്നു നമ്മുടെ കമ്പനിയിലേക്ക്. നമ്മുടെ കമ്പനിയിലേക്ക് ഒരു മെഷീൻ മേടിക്കുന്നു. ആ മെഷീൻ അതിൻ്റെ പ്രവർത്തനം നമ്മൾ അതിന് മെയിൻ്റനൻസ് ഒന്നും ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്തു കൊടുക്കുന്നില്ല. നമ്മൾ ചെയ്യേണ്ട മെയിൻ്റനൻസ് ഒന്നും ചെയ്യാതെ അത് ബ്രേക്ക് ഡൗൺ ആകുന്നോടം വരെ നമ്മളത് പ്രവർത്തിപ്പിക്കുന്നു. എന്നിട്ടത് ബ്രേക്ക് ഡൗൺ ആയി കഴിയുമ്പം കൊണ്ടുപോയി അത് നന്നാക്കാൻ വേണ്ടി ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ അത് നന്നാക്കാൻ കൊടുക്കുന്നു. അതാണ് ഈ ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ബ്രേക്ക് ഡൗൺ ആവുന്നോടം വരെ നമ്മളത് യൂസ് ചെയ്തിട്ട് ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. റൊട്ടീൻ മെയിൻ്റനൻസ് ഇവിടെ ഉണ്ടാവില്ല. അങ്ങനെ വന്നു കഴിയുമ്പോഴുള്ളൊരു ഡിഫക്റ്റ് എന്താണ് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ നിങ്ങൾക്കറിയാം. ഈ ബ്രേക്ക് ഡൗൺ ആയ മെഷീൻ നമ്മൾ റിപ്പയർ ചെയ്യാൻ കൊടുത്തിരിക്കുന്ന അത്രയും സമയം നമ്മുടെ പ്രൊഡക്ഷൻ നടക്കത്തില്ല. അത്രയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഹിയർ ദ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് റൺ വിത്തൗട്ട് മച്ച് റൊട്ടീൻ മെയിൻ്റനൻസ് ആൻഡ് ഇറ്റ് ഈസ് ബ്രേക്ക് ഡൗൺ ആവുന്നോടം വരെ ഒരു റിട്ടേൺ മെയിൻ്റനൻസ് ഒന്നും പ്രൊഡക്ഷൻ ഫെസിലിറ്റിക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. വൺസ് ദ മെഷീൻ ബ്രേക്ക് ഡൗൺ ഇറ്റ് ഈസ് ടേക്കൺ ഫോർ റിപ്പയർ ആൻഡ് ഇൻസ്പെക്റ്റഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഡിഫക്റ്റ്. എന്താണ് ഒരു മെഷീൻ ബ്രേക്ക് ഡൗൺ ആവുന്നോടം വരെ യൂസ് ചെയ്തിട്ട് ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ അത് റിപ്പയർ ചെയ്യാനും അതിന് എന്ത് ഡിഫക്റ്റാണ് ഉള്ളത് എന്നതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുപോകുന്നു. ആഫ്റ്റർ ഐഡൻറ്റിഫൈങ് ദ ഡിഫക്റ്റ് the required repair is planned and the spares are procured to repair the machine. ഈ മെഷീൻ ഇപ്പോൾ എന്താണ് ഡിഫക്റ്റ് ഉള്ളത് എന്ന് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് റിപ്പയർ ആണ് ചെയ്യേണ്ടതെന്ന് പ്ലാൻ ചെയ്യുകയും അതിന് എന്തൊക്കെ സ്പെയർ പാർട്സ് വേണം എന്ന് നോക്കിയിട്ട് അത് മേടിക്കുകയും ചെയ്യുന്നു. ആസ് ദ ബ്രേക്ക് ഡൗൺസ് ആർ റാൻഡം ഇൻ നേച്ചർ ആൻഡ് ദ മെഷീൻ cannot be used during the repair period, production hours are lost, hence the productivity is reduced. എന്താണ് ബ്രേക്ക് ഡൗൺ പെട്ടെന്ന് ഒരു ദിവസം ആയിരിക്കും സംഭവിക്കുന്നത്. ഇന്നലെ വൈകിട്ട് വരെ ഒരു കുഴപ്പമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മെഷീൻ ഇന്ന് രാവിലെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയ 1 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും ബ്രേക്ക് ഡൗൺ ആവുന്നത്. അപ്പോൾ എന്താണ് പെട്ടെന്ന് നമ്മുടെ പ്രൊഡക്ഷൻ നിർത്തി വെച്ച് ഇത് മെയിൻ്റനൻസ് വിടേണ്ടി വരും. ആ പ്രൊഡക്ഷൻ നിർത്തി വെക്കുന്ന സമയത്ത് നമുക്ക് നഷ്ടം ഉണ്ടാവും. അത്ര സമയം നഷ്ടമാണ്. നമ്മുടെ പ്രൊഡക്ഷൻ കുറയും, നമ്മുടെ പ്രോഫിറ്റ് കുറയും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. റിപ്പയർ മെയിൻ്റനൻസ് ഈസ് നോട്ട് എ റെക്കമെൻഡഡ് പ്രാക്ടീസ്. Repair maintenance is not a recommended practice in general, but many organizations prefers this because they do not want to keep the machine ideal for maintenance. എന്താണ് റിപ്പയർ മെയിൻ്റനൻസ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് അല്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. But they ignore the fact that the breakdown repair cost more than the regular maintenance practice. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ശരിക്കും ഇവരിത് റിപ്പയർ ചെയ്യാതെ ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് റിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ സൈമിൾട്ടേനിയസ് ആയിട്ട് റിപ്പയർ ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന അല്ലെങ്കിൽ റൊട്ടീനായിട്ട് മെയിൻ്റനൻസ് ചെയ്യുമ്പോൾ സമയത്തുണ്ടാകുന്ന കോസ്റ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ഇതിൻ്റെ റിപ്പയറിങ് ബ്രേക്ക് ഡൗണിന് ശേഷം ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താണ് റൊട്ടീൻ മെയിൻ്റനൻസിനേക്കാൾ കൂടുതൽ പൈസയായിരിക്കും ഇതല്ലാതെ ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടാവുന്നത്. അതിവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യമാണ് ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസിൽ പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ്. ഇത് ഇത്രയേ ഉള്ളൂ. നമ്മൾ കേട്ടിട്ടുണ്ടാവും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുന്നതല്ലേ
എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അതാണ് സംഭവം. അതെന്താണ് റൊട്ടീൻ മെയിൻ്റനൻസിനെ കുറിച്ച്. പ്ലാൻഡ് ഓർ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എപ്പോഴും ഉണ്ടാക്കുക. എന്തുകൊണ്ടാണ്? ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഓരോ സമയത്തും ബ്രേക്ക് ഡൗൺ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഓരോ സമയത്തും വേണ്ട മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താണ്, പെട്ടെന്ന് ഒരു ദിവസം മിഷൻ ബ്രേക്ക് ഡൗൺ ആയി നമുക്കതിൻ്റെ യൂസ് ചെയ്യാതെ നമ്മുടെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുന്നില്ല. സോറി. Okay, a system of scheduled, planned or preventive maintenance try to minimize the problem of breakdown maintenance. എന്താണ് പ്ലാൻ ചെയ്ത് എന്തെങ്കിലും മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഷെഡ്യൂൾ ചെയ്ത് ആ മെയിൻ്റനൻസ് കൃത്യമായി ചെയ്യുന്നത് കൊണ്ട് എന്താണ് ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് എന്നൊരു പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇറ്റ് ലൊക്കേറ്റ്സ് വീക്ക് പാർട്ട് ഇൻ ആൻ എക്യുപ്മെൻറ്റ്, പ്രൊവൈഡ്സ് ദം റെഗുലർ ഇൻസ്പെക്ഷൻ ആൻഡ് മൈനർ റിപ്പയർ, ദെയർ ഫോർ റെഡ്യൂസിങ് ദ ഡേഞ്ചർ ഓഫ് ആൻറ്റിസിപ്പേറ്റഡ് ബ്രേക്ക് ഡൗൺസ്. എന്താണ് ഇതുവഴി ഈ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് നമ്മൾ ചെയ്യുന്നത് വഴി നമ്മൾ എല്ലാ സമയത്തും നമ്മുടെ എക്യുപ്മെൻറ്റ്സിന് എന്തെങ്കിലും വീക്ക് പാർട്സ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുകയും അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അതിന് മൈനർ റിപ്പയറിങ് ചെയ്തുകൊണ്ട് ഇരിക്കുകയും ചെയ്യും. അങ്ങനെ വരുന്നതുകൊണ്ട് എന്താണ് പെട്ടെന്നുണ്ടാകുന്ന അപ്രതീക്ഷിതമായിട്ടുണ്ടാകാവുന്ന ബ്രേക്ക് ഡൗൺ ഡേഞ്ചേഴ്സ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ദ അണ്ടർലൈങ് പ്രിൻസിപ്പിൾ ഓഫ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ഈസ് ദാറ്റ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. എന്താണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളതാണ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസിൻ്റെ ഏറ്റവും അണ്ടർലൈങ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. ഇറ്റ് ഇൻവോൾവ്സ് പീരിയോഡിക് ഇൻസ്പെക്ഷൻ ഓഫ് എക്യുപ്മെൻറ്റ്സ് ആൻഡ് മെഷീനറീസ് ടു അൺകവർ കണ്ടീഷൻസ് ദാറ്റ് ലീഡ് ടു പ്രൊഡക്ഷൻ ബ്രേക്ക് ഡൗൺ ആൻഡ് ഹാംഫുൾ ഡിപ്രീസിയേഷൻ. എന്താണ് പീരിയോഡിക്കായിട്ട് നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തി എക്യുപ്മെൻറ്റ്സിൻ്റെ ഡിഫക്ട്സ് എല്ലാം മനസ്സിലാക്കി അതിന് വേണ്ട മെയിൻ്റനൻസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള ഡിപ്രീസിയേഷനെയും സഡൻ ബ്രേക്ക് ഡൗൺസിനെയും ഒഴിവാക്കാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഇതുപോലത്തെ ഈ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്താ പറയുക അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച് അവരുടെ പ്രൊഡക്ഷൻ നിന്ന് പോകുന്നില്ല, അതുകൊണ്ട് അവരുടെ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് എത്തിക്കാൻ താമസം വരുന്നില്ല, അതുകൊണ്ട് അവരുടെ പ്രോഫിറ്റ് കുറയുന്നില്ല. അങ്ങനെ വീണ്ടും അത് തന്നെ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി എഫക്റ്റീവ് ആക്കാനൊക്കെ സാധിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ സൈസ് ഓഫ് ദ പ്ലാൻ ജനറലി ടേക്സ് അപ്പ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് വർക്ക്. എന്താണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ മിഷൻ്റെയും സൈസ് അനുസരിച്ച് അതിന് വേണ്ട പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് വർക്ക് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. ആസ് ദ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ഈസ് എ കോസ്റ്റ്ലി അഫെയർ, ഇറ്റ് ഈസ് ബെറ്റർ ടു മെയിൻറ്റെയിൻ റെക്കോർഡ് ഓഫ് കോസ്റ്റ് ആൻഡ് എവാലുവേഷൻ ഓഫ് ദ വർക്ക് ഡൺ ബൈ ദ ഡിപ്പാർട്ട്മെൻറ്റ് വിൽ ഷോ us വാട്ട് ബെനിഫിറ്റ് ആർ ഡിറൈവ്ഡ് ഫ്രം പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ്. എന്താണ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കാര്യമാണ്, നല്ല ചിലവ് വരും. എന്താണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റനൻസ് ചെയ്യുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മെയിൻ്റനൻസിൻ്റെ കണക്കുകളും അതുപോലെ നമ്മുടെ പ്രൊഡക്ഷൻ എത്ര ഉണ്ട് എന്നുള്ള കണക്കുകളും നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യും. എന്തുകൊണ്ടാണ് നമുക്ക് ഈ മെയിൻ്റനൻസ് ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ടായി, അല്ലെ പ്രൊഡക്ഷനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതിനൊരു കണക്ക് കാണിക്കണമല്ലോ. അതിനുവേണ്ടി എപ്പോഴും ഇതിൻ്റെ കൃത്യമായ കണക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. The analytical approach to evaluate the work done by preventive maintenance is എന്താണ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ വർക്ക് എത്രയാണ് എന്നുള്ളതിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ഇവാലുവേറ്റ് ചെയ്യാൻ കുറച്ച് അനലിറ്റിക്കൽ അപ്രോച്ചസ് ഉണ്ട്. എന്താണത്? ആദ്യമേ തന്നെ ഇൻസ്പെക്ഷൻ ഇൻകംപ്ലീറ്റ് ബൈ ഇൻസ്പെക്ഷൻ ഷെഡ്യൂൾഡ് ഇൻറ്റു 100 ഷുഡ് ബി ലെസ് ദാൻ 10%. എന്താണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാത്ത ഇൻസ്പെക്ഷനും നമ്മൾ ഷെഡ്യൂൾ ചെയ്തത് എത്രയാണോ അതും തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ട് അതും കൊണ്ട് 100 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിയുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അത് 10%-ൽ കുറവായിരിക്കണം എന്താണ് നമ്മളിപ്പം ഇൻസ്പെക്ഷൻ നമ്മുടെ കമ്പനിയിലുള്ള എല്ലാ മിഷൻസും ഇൻസ്പെക്ഷൻ ചെയ്യാൻ തീരുമാനിക്കുന്നു. എല്ലാ മാസവും ഇൻസ്പെക്ഷൻ ചെയ്യാറുണ്ട്. അതിൽ ഈ മാസം ഇൻസ്പെക്ഷൻ ചെയ്തത് എത്രയാണോ അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ ചെയ്യാൻ ഇനി മിച്ചമുള്ളത് എത്രയാണ് ഡിവൈഡഡ് ബൈ നമ്മൾ എന്തോരം ഇൻസ്പെക്ഷൻ ചെയ്യാനാണോ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഇൻറ്റു 100. ആ എമൗണ്ട് 10%-ൽ താഴെ ആയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ hours worked for maintenance divided by scheduled hours into 100 is equal to performance of the department. രണ്ടാമത് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് എത്ര
മണിക്കൂറാണ് മെയിൻ്റനൻസിന് എടുത്തത്. അത് ഡിവൈഡഡ് ബൈ ഷെഡ്യൂൾഡ് അവേഴ്സ് ഇൻറ്റു 100 ആണ് പെർഫോമൻസ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. ദെൻ തേർഡ് വൺ പറയുന്നത് ഡൗൺ ടൈം ടു ബി ഗീവൺ അറ്റ് ദ റേഷ്യോ ഓഫ് ദ അവൈലബിൾ അവേഴ്സ് ടു ബി കമ്പയർഡ് എഗനിസ്റ്റ് എ സ്റ്റാൻഡേർഡ് ടു ബി വർക്ക്ഡ് ഔട്ട് ഫോർ ഈച്ച് കമ്പനി ഓർ എഗനിസ്റ്റ് എ ഫിഗർ ഓഫ് ദ പാസ്. അത് റേഷ്യോ ആണ് പറയുന്നത്. റേഷ്യോ കണ്ടുപിടിക്കുന്നത് നമ്മുടെ ഡൗൺ ടൈമിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഡൗൺ ടൈം ഇൻ അവേഴ്സ് ഡിവൈഡഡ് ബൈ അവൈലബിൾ അവേഴ്സ്. അതിൽ അവൈലബിൾ അവേഴ്സ് എന്താണ്? വർക്കിംഗ് ഡേ ഇൻറ്റു അവേഴ്സ് പെർ ഡേ ഇൻറ്റു വർക്കിംഗ് ഡേയ്സ് ഇൻറ്റു അവേഴ്സ് പെർ ഡേ ഇൻറ്റു നമ്പർ ഓഫ് മിഷൻസ് ആണ് അവൈലബിൾ അവേഴ്സ്. Here downtime is the total time of stoppage of the mission for ഷെഡ്യൂൾഡ് അല്ലെങ്കിൽ അൺഷെഡ്യൂൾഡ് മെയിൻ്റനൻസിന് വേണ്ടി നമ്മുടെ മെഷീൻ എത്ര സമയം നിർത്തി വെക്കേണ്ടി വന്നു എന്ന ടൈം ഡിവൈഡഡ് ബൈ അവൈലബിൾ അവേഴ്സ്. അവൈലബിൾ അവേഴ്സ് ഇസ് ഈക്വൽ ടു വർക്കിംഗ് ഡേയ്സ് ഇൻറ്റു അവേഴ്സ് പെർ ഡേ ഇൻറ്റു നമ്പർ ഓഫ് മെയിൻ്റനൻസ് ആണ് നമ്മുടെ ഡൗൺ ടൈം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡൗൺ ടൈമിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ ഈസ് ഫ്രീക്വൻസി ഓഫ് ബ്രേക്ക് ഡൗൺ ആണ്, നമ്പർ ഓഫ് ബ്രേക്ക് ഡൗൺ ബൈ അവൈലബിൾ മിഷൻ അവേഴ്സ്. ദെൻ ഫിഫ്ത്ത് വൺ ഈസ് എഫക്റ്റീവ്നെസ് ഓഫ് പ്ലാനിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. എന്താണത്? ലേബർ അവേഴ്സ് ഓൺ ഷെഡ്യൂൾഡ് മെയിൻ്റനൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ലേബർ അവേഴ്സ് സ്പെൻഡ് ഓൺ മെയിൻ്റനൻസ്. അതെ, ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന മെയിൻ്റനൻസിന് വേണ്ടി നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ലേബർ അവേഴ്സ് ഡിവൈഡഡ് ബൈ എത്ര അവേഴ്സ് മെയിൻ്റനൻസിന് സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് എഫക്റ്റീവ്നെസ് ഓഫ് പ്ലാനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ആണ്. ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ഡൗൺ ടൈം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. വർക്കേഴ്സിൻ്റെ സേഫ്റ്റിയെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ലാർജ് സ്കെയിൽ റിപ്പയേഴ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് കൊണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡ് ബൈ ഓർ റിസർവ് എക്യുപ്മെൻറ്റ് ഓർ സ്പെയേഴ്സ് കുറച്ച് നമുക്ക് യൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ യൂണിറ്റ് കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് മാനുഫാക്ചർഡ് കുറയുന്നു. യൂണിറ്റ് കോസ്റ്റ് കുറയുന്നു, പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കുറയുന്നു എന്നുള്ളതാണ്. പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി സാധിക്കുന്നു. എക്യുപ്മെൻ്റിൻ്റെ ലൈഫ് കൂട്ടാൻ വേണ്ടി സാധിക്കുന്നു, അല്ലെങ്കിൽ മിഷൻസിൻ്റെ ലൈഫ് കൂട്ടാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ തന്നെ ബെറ്റർ ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് പ്രിവെൻറ്റീവ് മെഷേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ദെൻ തേർഡ് വൺ വരുന്നത് റൊട്ടീൻ മെയിൻ്റനൻസ് ആണ്. എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ് ലൂബ്രിക്കേഷൻ, ക്ലീനിങ്, പീരിയോഡിക്കൽ ഓവർഹോൾ എക്സെട്ര. എന്താണ്? നമ്മൾ മറ്റേ എന്താ പറയുക, ഈ മിഷൻസിനൊക്കെ നമ്മൾ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്, സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഓയിൽ മറ്റ് സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലീനിങ് ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് ഈസ് ഡൺ വൈൽ ദ എക്യുപ്മെൻറ്റ് ഈസ് റണ്ണിങ് ഓർ ഡ്യൂറിങ് പ്രീ പ്ലാൻഡ് ഷട്ട് ഡൗൺസ്. എന്താണ് ഇത് ചെയ്യുന്നത്? ഏത് സമയങ്ങളായിരിക്കും? ചിലപ്പോൾ മെഷീൻ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് തന്നെ നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു സൺഡേസ് എല്ലാം ഓഫാണ്, ആ സൺഡേയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പ്രീ ആയിട്ട് ഓൾറെഡി നമുക്കറിയാവുന്ന ഏതെങ്കിലും ഹോളിഡേയ്സിലോ അല്ലെങ്കിൽ ഷട്ട് ഡൗൺ ദിവസങ്ങളിലായിരിക്കും നമ്മളിത് ചെയ്യുന്നത്. റണ്ണിങ് മെയിൻ്റനൻസ് ഈസ് ദ വർക്ക് വിച്ച് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് വൈൽ ദ ഫെസിലിറ്റി ഈസ് ഇൻ സർവീസ്. എന്താണ് റൊട്ടീൻ മെയിൻ്റനൻസ് അല്ലെങ്കിൽ റണ്ണിങ് മെയിൻ്റനൻസ്? നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും, കമ്പനിയിലെ എല്ലാ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ മെഷീൻ്റെ യൂസ് ചെയ്തുകൊണ്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും കറക്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒന്നാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറയുന്നത് മെയിൻ്റനൻസ് ടെക്നിക്സ് ആണ് പറയുന്നത്. ക്യാൻ ബി ഡിസ്കസ്ഡ് ആസ് അണ്ടർ. മെയിൻ്റനൻസ് ടെക്നിക്സിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇൻ സം കേസസ് ദ ലോസ് ആൻഡ് ഇൻകൺവീനിയൻസ് ഡ്യൂ ടു ബ്രേക്ക് ഡൗൺ ഓഫ് എക്യുപ്മെൻറ്റ് ഈസ് സോ ഹൈ ദാറ്റ് സ്റ്റാൻഡ് ബൈ എക്യുപ്മെൻറ്റ്സ് ഈസ് കെപ്റ്റ്. എന്താണ്? ചിലപ്പം ബ്രേക്ക് ഡൗൺ സംഭവിക്കാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ലോസ് സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്റ്റാൻഡ് ബൈ ആയിട്ട് മറ്റൊരു എക്യുപ്മെൻറ്റ് നമ്മൾ വെച്ചിട്ടുണ്ടാകും. ആസ് സൂൺ ആസ് ദ ഒറിജിനൽ എക്യുപ്മെൻറ്റ് ഫെയിൽസ് ദ സ്റ്റാൻഡ് ബൈ ഫെസിലിറ്റീസ് എംപ്ലോയ്ഡ് ടു അവോയ്ഡ് ഇൻറപ്ഷൻസ് ആൻഡ് ഡൗൺ ടൗൺ. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം. എല്ലാ കമ്പനീസിലും, വലിയ വലിയ കമ്പനീസിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കേണ്ട എല്ലാ കമ്പനീസിലും എന്തുണ്ടാവും? ജനറേറ്റേഴ്സ് ഉണ്ടാവും, ഇല്ലേ? പെട്ടെന്ന് ഇപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ നിൽക്കരുത്, ജനറേറ്റർ യൂസ് ചെയ്ത് പ്രൊഡക്ഷൻ നടക്കണം. അതുപോലെ നമ്മൾ സ്റ്റാൻഡ് ബൈ ആയിട്ട് ചില എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ടുണ്ടാവും. നമ്മുടെ ഒറിജിനൽ എക്യുപ്മെൻറ്റിന് എന്തെങ്കിലും കുഴപ്പം വന്ന് അത് നിന്ന് പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ സ്റ്റാൻഡ് ബൈ എക്യുപ്മെൻറ്റ് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ വെച്ചിരിക്കുന്ന എക്യുപ്മെൻറ്റ് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങും. സ്റ്റാൻഡ് ബൈ മെഷീൻസ് ആർ ഓഫ്റ്റൻ കെപ്റ്റ് ടു റെഡ്യൂസ് ദ ലോസ് ഡ്യൂ ടു ദ ബ്രേക്ക് ഡൗൺ ഓഫ് എ കീ മെഷീൻ. എന്താണ്? നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഷീൻ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള നഷ്ടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റാൻഡ് ബൈ മെഷീൻസ് കീപ്പ് ചെയ്യുന്നത്. ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് ഓൾസോ റിക്വയർസ് യൂസ് ഓഫ് സ്റ്റാൻഡ് ബൈ മെഷീൻസ്. എന്താണ്?
ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് നമ്മൾ ആദ്യമേ പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ്, പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ്, ഇപ്പോൾ മൂന്നാമത് റൊട്ടീൻ മെയിൻ്റനൻസ് ആണ് നമ്മൾ പറയുന്നത്. അതിൽ ആദ്യം പറഞ്ഞ ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസിൻ്റെ സമയത്ത് നമുക്ക് സ്റ്റാൻഡ് ബൈ മെഷീൻസ് യൂസ് ചെയ്യാമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദ മെയിൻ ക്വസ്റ്റ്യൻ ഹിയർ ഈസ്, ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഹൗ മെനി സ്റ്റാൻഡ് ബൈ മെഷീൻസ് ടു കീപ് ആൻഡ് ഫോർ ഹൗ ലോങ്. എത്ര സ്റ്റാൻഡ് ബൈ മെഷീൻസ് നമ്മൾ വെച്ചിട്ടുണ്ടാവണം, എത്ര നാളത്തേക്ക് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ. 2 ക്വസ്റ്റ്യൻസ്. ഇൻ ഓർഡർ ടു ഡിസൈഡ് ദാറ്റ്, അതായത് എത്ര സ്റ്റാൻഡ് ബൈ മെഷീൻസ് വേണം, എത്ര നാളത്തേക്ക് വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ എ കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ് ഓഫ് സ്റ്റാൻഡ് ബൈ മെഷീൻ ഷുഡ് ബി യൂസ്ഡ്. എന്താണ്, എത്ര മെഷീൻസ് എത്ര സമയത്തേക്ക് കീപ്പ് ചെയ്യണം, സ്റ്റാൻഡ് ബൈ മെഷീൻസ് എത്ര എണ്ണം എത്ര സമയത്തേക്ക് കീപ്പ് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യാൻ നമ്മളൊരു കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ് നടത്തണമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദർ ആർ വേരിയസ് കോസ്റ്റ് ഇൻവോൾവ് ഇൻ സ്റ്റാൻഡ് ബൈ മെഷീൻസ്. സ്റ്റാൻഡ് ബൈ മെഷീൻസിൻ്റെ അകത്ത് ഒത്തിരി വേരിയസ് ടൈപ്പ് ഓഫ് കോസ്റ്റ് വരുന്നുണ്ട്. എന്താണ്, ആദ്യമേ തന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. രണ്ടാമത് എന്താണ്, ഈ സ്റ്റാൻഡ് ബൈ മെഷീൻസ് വെക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. മൂന്നാമത് സ്റ്റാൻഡ് ബൈ മെഷീൻസിൻ്റെ ഡിപ്രീസിയേഷൻ വരുന്നുണ്ട്. നാലാമത് എന്താണ്, ഈ സ്റ്റാൻഡ് ബൈ മെഷീൻസിനെ നമ്മൾ പീരിയോഡിക്കായിട്ട് ചെക്ക് ചെയ്ത് അതിൻ്റെ മെയിൻ്റനൻസ് നടത്തിക്കൊണ്ടിരിക്കണം. ഈ 4 കാര്യങ്ങളാണ്, ഈ 4 കോസ്റ്റാണ് സ്റ്റാൻഡ് ബൈ മെഷീൻസിൻ്റെ അകത്ത് വരുന്നത്. എന്താണ്, ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ്, മെഷീൻസിൻ്റെ ഡിപ്രീസിയേഷൻ, അതുപോലെ ഈ സ്റ്റാൻഡ് ബൈ മെഷീൻസ് വെക്കാനുള്ള സ്പേസ്, പിന്നെ സ്റ്റാൻഡ് ബൈ മെഷീൻസിൻ്റെ റിപ്പയേഴ്സ് അല്ലെങ്കിൽ പീരിയോഡിക്കൽ ചെക്കിങ്. ഇതെല്ലാം നമ്മുടെ സ്റ്റാൻഡ് ബൈ മെഷീൻസ് കാരണം വരുന്ന കോസ്റ്റാണ്. ദ ബെനിഫിറ്റ് ഓഫ് സ്റ്റാൻഡ് ബൈ മെഷീൻസ് കൺസിസ്റ്റ് ഓഫ് പ്രൊട്ടക്ഷൻ അഗൻസ്റ്റ് എ കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ഓർ ഷട്ട് ഡൗൺ ഓഫ് ഓപ്പറേഷൻ. എന്താണ്, എന്നാൽ ഈ സ്റ്റാൻഡ് ബൈ മെഷീൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്, കംപ്ലീറ്റ് ആയിട്ട് പ്രൊഡക്ഷൻ എന്ന് പോയാൽ അല്ലെങ്കിൽ പെട്ടെന്നൊരു ബ്രേക്ക് ഡൗൺ ഉണ്ടായാൽ മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്, അല്ലേ. അത് നമ്മുടെ പ്രൊഡക്ഷൻ നിന്ന് പോകുന്നതിലുണ്ടാകുന്ന ലോസ് ഇല്ലാതാക്കാനും അതുപോലെ നമുക്ക് എക്സ്പെക്റ്റഡ് കോസ്റ്റ് അല്ലെങ്കിൽ ബെനഫിറ്റ് നമുക്ക് മനസ്സിലാക്കി വെക്കാനും സാധിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഷിഫ്റ്റിംഗ് പ്രൊഡക്ഷൻ ഡ്യൂറിങ് ബ്രേക്ക് ഡൗൺ. ഓക്കെ, നമ്മുടെ ബ്രേക്ക് ഡൗണിൻ്റെ സമയത്തുള്ള പ്രൊഡക്ഷനെ കുറിച്ചാണ് പറയുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് സ്പെയർ കപ്പാസിറ്റി ഈസ് മെയിൻറ്റെയിൻഡ് നോട്ട് ഇൻ ദ ഫോം ഓഫ് സ്റ്റാൻഡ് ബൈ മെഷീൻസ്. എന്താണ്, ഷിഫ്റ്റിംഗ് പ്രൊഡക്ഷൻ ഡ്യൂറിങ് ബ്രേക്ക് ഡൗൺ ആണ് എങ്കിൽ നമ്മുടെ സ്പെയേഴ്സ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് സ്റ്റാൻഡ് ബൈ മെഷീൻസ് ആയിട്ടായിരിക്കില്ല. ബട്ട് ബൈ അലോയിങ് റെസ്റ്റ് ടു റണ്ണിങ് മെഷീൻസ് അറ്റ് ഇൻ്റർവെൽ ആൻഡ് ബൈ റൊട്ടേഷൻ. എന്താണ്, നമ്മൾ സ്റ്റാൻഡ് ബൈ മെഷീൻസ് യൂസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഷിഫ്റ്റ് പ്രൊഡക്ഷൻ ഡ്യൂറിങ് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു മെഷീൻ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന് പകരം യൂസ് ചെയ്യാൻ നമ്മൾ അപ്പം തന്നെ യൂസ് ചെയ്യാൻ മറ്റൊരു മെഷീൻ വെക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റാൻഡ് ബൈ മെഷീൻ എന്ന് പറയുന്നത്. പക്ഷേ ഷിഫ്റ്റ് പ്രൊഡക്ഷൻ ഡ്യൂറിങ് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേറൊരു മെഷീൻ വെച്ചിട്ടില്ല. ഷിഫ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ ഈ 2 മെഷീൻ, ഈ സ്റ്റാൻഡ് ബൈ മെഷീനെ നമ്മുടെ മെയിൻ മെഷീനെ നമ്മൾ ഷിഫ്റ്റ് ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാൻഡ് ബൈ അല്ല, നമുക്ക് ഒരു കാര്യത്തിന് തന്നെ 2 മെഷീനുണ്ട്. ആ 2 മെഷീനും ഷിഫ്റ്റ് വൈസിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്താണ്, രണ്ടാമത്തെ മെഷീൻ നമ്മൾ യൂസ് ചെയ്യുമ്പം ഒന്നാമത്തെ മെഷീന് കുറച്ച് റെസ്റ്റ് കിട്ടും. അപ്പം ബ്രേക്ക് ഡൗൺസ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 1 മെഷീൻ ഇൻ എ പ്രൊഡക്ഷൻ ലൈൻ റിക്വയർസ് ഷട്ട് ഡൗൺ, ദ ഔട്ട്പുട്ട് ഈസ് മെയിൻറ്റൈൻഡ് ബൈ ഷിഫ്റ്റിംഗ് ടു അണ്ടർ യൂട്ടിലൈസ്ഡ് മെഷീൻ. എന്താണ് പറയുന്നത്, നമ്മൾക്ക് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പം സ്റ്റാൻഡ് ബൈ മെഷീൻസാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ മെയിൻ മെഷീൻ ഉപയോഗിച്ച് തന്നെ നമ്മളൊരു കമ്പനിയിൽ ഒരു ദിവസം നമ്മൾ 100 പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് എങ്കിൽ മെയിൻ മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് 100 പ്രൊഡക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ. എന്നിട്ട് ആ 100 പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന മെഷീന് പെട്ടെന്ന് എന്തെങ്കിലും പറ്റിയാൽ മാത്രമേ നമ്മൾ സ്റ്റാൻഡ് ബൈ മെഷീൻ ഉപയോഗിക്കുന്നുള്ളൂ. എന്നാൽ ഷിഫ്റ്റിംഗ് പ്രൊഡക്ഷൻ ഡ്യൂറിങ് ബ്രേക്ക് ഡൗൺ ആണ് എങ്കിൽ എന്താണ് സംഭവം, 100 എന്താ പറയുക പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന 2 മെഷീൻ നമ്മൾ മേടിച്ച് വെക്കും. ഈ സ്റ്റാൻഡ് ബൈ മെഷീൻ മേടിച്ച് വെക്കുന്ന പോലെ തന്നെ. എന്നിട്ട് 2ലും വേറെ വേറെ സമയത്ത് 50 പ്രൊഡക്റ്റ് വീതം ഉണ്ടാക്കും. 2 യൂസ് ചെയ്യും. ഉച്ചവരെയുള്ള സമയം കൊണ്ട് നമ്മൾ മിഷൻ നമ്പർ 1 50 പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു.
അത് 100 പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മെഷീനായിരിക്കും. പക്ഷേ എങ്കിലും നമ്മൾ 50 പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഉച്ച കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് മെഷീൻ ഓൺ ചെയ്ത് അതിൽ 50 പ്രൊഡക്റ്റ് എന്താ പറയുക പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോറി. അങ്ങനെ വന്നു കഴിയുമ്പം നമുക്ക് പെട്ടെന്ന് മിഷൻ നമ്പർ 1 അങ്ങ് നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ മിഷൻ നമ്പർ 2 നമുക്ക് 100 പ്രൊഡക്റ്റ് ഡെയിലി ഉണ്ടാക്കാൻ പറ്റുന്ന മിഷനാണല്ലോ. അതിൽ നമ്മൾ 100 പ്രൊഡക്റ്റ് നിന്ന് അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ഉണ്ടാക്കും എന്നുള്ളതാണ് ഷിഫ്റ്റിംഗ് പ്രൊഡക്ഷൻ ഡ്യൂറിങ് ബ്രേക്ക് ഡൗണിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ മെയിൻ്റനൻസ് ഓർഗനൈസേഷനാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് 50-60% ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് എനി ഓർഗനൈസേഷൻ ഈസ് സ്പെൻഡ് ഓൺ ബിൽഡിംഗ് ആൻഡ് പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ്. അതെന്താണ്, നമ്മുടെ ഒരു ഓർഗനൈസേഷൻ്റെ 50-60% ഇൻവെസ്റ്റ്മെൻറ്റും ബിൽഡിംഗ് ആൻഡ് പ്രൊഡക്ഷൻ ഫെസിലിറ്റീസിനാണ് യൂസ് ചെയ്യുന്നത്. ഹെൻസ് ഇറ്റ് ഈസ് വർത്ത് വൈൽ ടു ഗീവ് ഡ്യൂ കൺസിഡറേഷൻ ഫോർ എഫക്റ്റീവ് മെയിൻ്റനൻസ് ഓഫ് ദിസ് ഐറ്റംസ്. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മളെപ്പോഴും ഒരു ഡ്യൂ കൺസിഡറേഷൻ ഈ ഐറ്റംസിൻ്റെ എഫക്റ്റീവ് മെയിൻ്റനൻസിന് കൊടുക്കേണ്ടതാണ്. ദ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വിൽ ലുക്ക് ആഫ്റ്റർ ദ അപ്പ് കീപ്പ് ഓഫ് എക്യുപ്മെൻറ്റ്സ്, ബിൽഡിങ്സ് ആൻഡ് അതേഴ്സ്. എന്താണ്, മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്യുപ്മെൻറ്റ്സിൻ്റെയും ബിൽഡിങ്സിൻ്റെയും അത് ബാക്കി എല്ലാത്തിൻ്റെയും എന്താ പറയുക ഒരു ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ഫെസിലിറ്റീസും എടുത്തിട്ടുണ്ടാവും. ഫോർ എഫക്റ്റീവ് കോൺട്രിബ്യൂഷൻ ഓഫ് ഇറ്റ്സ് വർക്ക് ദ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് മസ്റ്റ് ഹാവ് പ്രോപ്പർ പ്ലേസ് ഇൻ ദ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ് മസ്റ്റ് ഓൾസോ ഹാവ് എ ഗുഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. എന്താണ്, എഫക്റ്റീവ് കോൺട്രിബ്യൂഷൻ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തണമെങ്കിൽ അവർക്കൊരു പ്രോപ്പർ പ്ലേസ് ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞതൊക്കെ. എന്നുവെച്ചാൽ അവർക്ക് അവരുടേതായ സ്ഥാനം കൊടുത്തിരിക്കണം, എന്നാലേ അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ആർക്ക്? മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിന്. ഓക്കെ. വൈൽ ഓർഗനൈസിങ് എ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വൺ മസ്റ്റ് റിമെമ്പർ ദാറ്റ് ദർ ഷുഡ് ബി ക്ലിയർ ഡിവിഷൻ ഓഫ് അതോറിറ്റി വിത്ത് ലിറ്റിൽ ഓർ നോ ഓവർലാപ്പ്. എന്താണ്, ഒരു മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അതോറിറ്റി എത്രയാണ്, അത് കുറയാനും പാടില്ല കൂടാനും പാടില്ല. അതോറിറ്റി എത്രയാണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ക്ലിയർ ഡിവിഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. വെർട്ടിക്കൽ ലൈൻ ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി മസ്റ്റ് ബി കെപ്റ്റ് ആസ് ഷോർട്ട് ആസ് പോസിബിൾ. ദെൻ കീപ് ദ സ്പാൻ ഓഫ് കൺട്രോൾ ടു ആൻ എക്സ്റ്റെൻറ്റ് ഓഫ് 3 to 6 ഫോർ എ മാനേജർ. ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമുക്ക് ഇവിടെ കാണാം. എൻ്റെ എക്സ്പ്ലനേഷൻ നോക്കിയാൽ നമുക്ക് കാണാം. ഔട്ട്ലൈൻ ഓഫ് എ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എ ലാർജ് ഓർഗനൈസേഷനാണ് പറയുന്നത്. ഒരു ലാർജ് ഓർഗനൈസേഷൻ്റെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഔട്ട്ലൈനാണ് പറയുന്നത്. ഏറ്റവും ഹയർ ആയിട്ടുള്ളത് എന്താണ്, ചീഫ് പ്ലാന്റ് എഞ്ചിനീയറാണ്. അദ്ദേഹത്തിന് കീഴിൽ വർക്ക് ആൻഡ് സർവീസ്, മെയിൻ്റനൻസ് വർക്ക്ഷോപ്പ്, സേഫ്റ്റി എഞ്ചിനീയറിങ്, മെയിൻ്റനൻസ് എഞ്ചിനീയറിങ്, മെയിൻ്റനൻസ് സ്റ്റോഴ്സ് ആൻഡ് സ്പെയർസ് മാനേജ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അതിൽ വർക്ക് ആൻഡ് സർവീസിൽ എന്താ പറയുക ജോലി ചെയ്യുന്ന ആളുകളും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതും ഉണ്ടാവും. പിന്നെ മെയിൻ്റനൻസ് വർക്ക്ഷോപ്പുകൾ എന്താണ്, ഓവർഹോൾസ്, സ്പെയർ ഫാബ്രിക്കേഷൻസ്, ഇലക്ട്രിക്കൽ റിപ്പയർ ഷോപ്പ്, പ്ലാനിങ് ആൻഡ് ഡ്രോയിങ് ഓഫീസ് എല്ലാം ഉണ്ടായിരിക്കും. നിങ്ങൾക്കത് വായിച്ചു നോക്കിയാൽ മതി, നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് ആൻഡ് മെയിൻ്റനൻസ് കോൺട്രാക്റ്റ്, പ്ലാനിങ്, സർവീസ്, ഷോപ്പ്, ഇതൊക്കെയാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ ഓർഗനൈസിങ് മെയിൻ്റനൻസ് വർക്ക് എന്താണ്, in order to facilitate proper control of the maintenance work we must enforce through rules as below. എന്താണ്, മെയിൻ്റനൻസ് വർക്കിന് മേലൊരു പ്രോപ്പർ കൺട്രോൾ കൊണ്ടുനടക്കാൻ താഴെ പറയുന്ന 3 റൂൾസ് നമ്മൾ പാലിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണാവോ ആ 3 റൂൾസ്? ഇനി അതല്ലേ അറിയേണ്ടത്, ഏതാണ് ആ 3 റൂൾസ്? മെയിൻ്റനൻസ് റിക്വസ്റ്റ് ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഇത് ക്ലിയർ ആയിട്ട് അവർ കൊടുത്തിട്ടില്ല. മെയിൻ്റനൻസ് വർക്കിൻ്റെ കീഴിൽ വരുന്ന 3 റൂൾസ് ഉണ്ടെന്ന് പറഞ്ഞത് 3 റൂൾസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞില്ലല്ലോ, കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല. ദിസ് മസ്റ്റ് ബി മെയ്ഡ് ഇൻ റൈറ്റിംഗ്. ഓക്കെ. എന്താ അതിൽ പറഞ്ഞിരിക്കുന്നത്? ഇത്രയേ ഉള്ളൂ. മെയിൻ്റനൻസ് റിക്വസ്റ്റ് എന്താണ്, എന്തെങ്കിലും മെയിൻ്റനൻസ് കാര്യങ്ങൾ വേണമെന്ന് മനസ്സിലാക്കുകയാണ് എങ്കിൽ നമ്മുടെ സൂപ്പർവൈസർ മാനേജർക്ക് അതിനൊരു റിട്ടേൺ റിക്വസ്റ്റ് കൊടുക്കണമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മെയിൻ്റനൻസ് സ്റ്റോഴ്സ് എന്താണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ മെയിൻ്റനൻസിന് ആവശ്യമായിട്ടുള്ള സ്പെയർ പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കി അത് മെയിൻ്റനൻസ് സ്റ്റോറിൽ നിന്ന് മാനേജർ ഓർഡർ ചെയ്ത് ഗുഡ് മെയിൻ്റനൻസിനുള്ള സ്പെയർ പാർട്സ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. റെക്കോർഡ്സ് ഓഫ് മെയിൻ്റനൻസ് വർക്ക് ഡൺ. മൂന്നാമത് എന്താണ്, എന്തൊക്കെ മെയിൻ്റനൻസ് വർക്കാണോ ചെയ്തിരിക്കുന്നത് അതിൻ്റെ റെക്കോർഡ്സ് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്.
ദെൻ മെയിൻ്റനൻസ് പ്രോബ്ലമാണ് ലാസ്റ്റ് പറയുന്നത്. ഓക്കെ, ദീസ് ആർ ദ 3 ഇമ്പോർട്ടൻറ്റ് റൂൾസ് ടു ബി മെയിൻറ്റെയിൻഡ്. എന്താണ് മെയിൻ്റനൻസ് വർക്കിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ നമുക്ക് ആവശ്യമായ 3 റൂൾസ് എന്തൊക്കെയാണ്? മെയിൻ്റനൻസ് റിക്വസ്റ്റ്, മെയിൻ്റനൻസ് സ്റ്റോർ ആൻഡ് റെക്കോർഡ് ഓഫ് മെയിൻ്റനൻസ് വർക്ക് ഡൺ. ഇത് 3ആണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? മെയിൻ്റനൻസ് പ്രോബ്ലമാണ് പറയുന്നത്. ഓക്കെ, ദ മെയിൻ പ്രോബ്ലം ഇൻ മെയിൻ്റനൻസ് അനാലിസിസ് ഈസ് ടു മിനിമൈസ് ദ ഓവറോൾ കോസ്റ്റ്. ഓവറോൾ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് മെയിൻ്റനൻസിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലമായിട്ട് വരുന്നത്. ദർ ആർ 2 ആൾട്ടർനേറ്റീവ് ബിഫോർ മാനേജ്മെൻറ്റ്. ഈ മെയിൻ്റനൻസ് കോസ്റ്റ് കുറയ്ക്കാൻ 2 ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. 1 ഈസ് ടു റിപ്പയർ എ മെഷീൻ ഓർ എക്യുപ്മെൻറ്റ് ഓൺലി വെൻ ഇറ്റ്സ് ബ്രേക്ക് ഡൗൺ. എന്താണ് ഒന്നാമത്തത്? ബ്രേക്ക് ഡൗൺ ആയതിനു ശേഷം മാത്രം റിപ്പയർ ചെയ്യുക. ദെൻ ദിസ് വിൽ സേവ് എക്സ്പെൻസ് ഓഫ് ഇൻസ്പെക്ഷൻ ആൻഡ് റീപ്ലേസ്മെൻറ്റ്. ഓക്കെ, ഇൻസ്പെക്ഷൻ്റെ റീപ്ലേസ്മെൻറ്റിൻ്റെയും നമ്മുടെ കോസ്റ്റ് കുറയ്ക്കണമെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയതിന് മാത്രം റിപ്പയർ ചെയ്യാന്നുള്ള ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ. എന്നാൽ അതർ ആൾട്ടർനേറ്റീവ് എന്താണ്? ടു റീപ്ലേസ് ദ എക്യുപ്മെൻറ്റ് ബിഫോർ ദ എക്സ്പയറി ഓഫ് ഇറ്റ്സ് വർക്ക് ലൈഫ്. എന്താണ് ഇതിൻ്റെ വർക്ക് ലൈഫ്? എക്യുപ്മെൻറ്റിൻ്റെ വർക്ക് ലൈഫ് കഴിയുന്നതിന് മുന്നേ ഈ എക്യുപ്മെൻറ്റിനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ മാർഗം. ഓക്കെ, ദെൻ 2 ടൈപ്പ് ഓഫ് കോസ്റ്റ് ആണ് ഉള്ളത്. പ്രീമച്വർ കോസ്റ്റ് ഓഫ് പ്രീമച്വർ റീപ്ലേസ്മെൻറ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് ബ്രേക്ക് ഡൗൺ. ഇതാണ് പറയുന്നത്. ഈ മെയിൻ്റനൻസ് പ്രോബ്ലത്തിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിനെ ബാധിക്കുന്നുണ്ട്. അത് കുറയ്ക്കുക എന്നുള്ളതാണ് മെയിൻ്റനൻസിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലമായിട്ട് വരുന്നത്. മെയിൻ്റനൻസ് ചെയ്യുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രോബ്ലം കോസ്റ്റാണ്. ഈ കോസ്റ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ 2 മാർഗ്ഗങ്ങളുണ്ട്. ഒന്ന്, കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ ആയതിനു ശേഷം മാത്രം നമ്മൾ മെയിൻ്റനൻസ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഇൻസ്പെക്ഷനും മറ്റു കാര്യങ്ങൾക്കുമുള്ള ഇൻസ്പെക്ഷനും അതുപോലെ ഇത് ചേഞ്ച് ചെയ്യുന്ന റീപ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിനുമുള്ള എമൗണ്ട്സ് നമ്മൾക്ക് അവോയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന മെഷീൻ്റെ വർക്ക് പീരീഡ് കഴിഞ്ഞത് നശിക്കുന്നതിന് മുന്നേ തന്നെ ഈ മെഷീൻ നമുക്ക് റീപ്ലേസ് ചെയ്യാം. 2 ഇത് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടുമാണ് മെയിനായിട്ട് വരുന്ന കോസ്റ്റ്. എന്താണ്? പ്രീമച്വർ റീപ്ലേസ്മെൻറ്റും കോസ്റ്റ് ഓഫ് പ്രീമച്വർ റീപ്ലേസ്മെൻറ്റും കോസ്റ്റ് ഓഫ് ബ്രേക്ക് ഡൗണുമാണ് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇത് രണ്ടും മിനിമൈസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ്റനൻസിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. റീപ്ലേസ്മെൻറ്റ് ഓഫ് മെഷീൻസ് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്. വെയർ ആൻഡ് ഒബ്സോളസൻസ് ആർ ദ മെയിൻ കോസ് ഓഫ് റീപ്ലേസ്മെൻറ്റ് ഓഫ് മെഷീനറി ഇൻ എവറി ആസ്പെക്റ്റ്. എന്താണ് ഇതിന് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ വരുന്നതാണ് മെഷീൻ റീപ്ലേസ് ചെയ്യേണ്ട നമുക്ക് സാധ്യത കൂടുന്നതെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ നാശനഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് ഒരു മെഷീൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൈമറി കൺസേൺ ആയിട്ട് വരുന്നത്. വിയർ ആൻഡ് ടിയർ ഡ്യൂസ് ടു പാസേജ് ഓഫ് ടൈം ഓർ നോർമൽ യൂസേജ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് ആൻ എക്സ്പെക്റ്റഡ് ഫാക്റ്റ്. എന്താണ് ഈ സാധനങ്ങൾ മെഷീൻ നശിച്ചു പോകാൻ നമ്മൾ സമയബന്ധിതമായി അല്ലെങ്കിൽ ഒരു സമയം കഴിയുമ്പോൾ എന്ത് സാധനമാണെങ്കിലും നശിച്ചു പോകുമല്ലോ. അങ്ങനെ പോകുന്നതോ അല്ലെങ്കിൽ കാഷ്വലായിട്ട് അത് വർക്ക് ചെയ്ത് നശിച്ചു പോകുന്നതോ ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്റ്റാണ്. എന്നാൽ നമ്മൾ ടെക്നോളജിക്കലി അത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫേസ് ചെയ്യാൻ ഒത്തിരി മാർഗ്ഗങ്ങളുണ്ട് എന്നുള്ളതാണ്, അവോയ്ഡ് ചെയ്യാൻ ഒത്തിരി മാർഗ്ഗങ്ങളുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ ആൻഡ് ബെറ്റർ ടെക്നിക്സ് ഓർ എക്യുപ്മെൻറ്റ്സ് ഓഫ് പെർഫോമിംഗ് എ പർട്ടിക്കുലർ ഫംഗ്ഷൻ, എക്സിസ്റ്റിംഗ് എക്യുപ്മെൻറ്റ്സ് ആൻഡ് മെഷീൻസ് ബിക്കം uneconomical. Whenever a firm decides to switch over to new machine or improved product design, existing machine designs are said to be obsolete. Hence, obsolescence is a major issue in the procurement and installation of machinery and equipment. എന്താണ് പുതിയ ടെക്നോളജിയിലുള്ളൊരു മെഷീൻ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയാൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയി കഴിഞ്ഞാൽ നമ്മൾ പഴയ മെഷീൻ എടുത്ത് കളഞ്ഞിട്ട് പുതിയത് മേടിക്കില്ലേ? അങ്ങനെ വന്നു കഴിയുമ്പോൾ പഴയ മെഷീൻ എന്തായി? അത് വേസ്റ്റ് ആയില്ലേ? അതാണ് റീപ്ലേസ്മെൻറ്റ് ബൈ ഒബ്സൊളൻസ് എന്നതുകൊണ്ട് പറയുന്നത്. എ മെഷീൻ ഈസ് ടെക്നിക്കലി ഒബ്സൊലന്റ് വെൻ അനദർ മെഷീൻ ക്യാൻ ഡു ദ സെയിം ജോബ് മോർ എഫക്റ്റീവ്ലി. എന്താണ് ഒരു മെഷീൻ ചെയ്യുന്ന ജോലി കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന പുതിയൊരു മെഷീൻ വരുമ്പോഴാണ് ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള മെഷീൻ ഒബ്സൊലൈറ്റ് ആവുന്നത്. അതോട് എന്താ പറയുക, ഈ പുതിയ മെഷീൻ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താണ് ഗുണം?
ടൈമും കോസ്റ്റും ലാഭിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പഴയ മെഷീൻ എടുത്ത് കളഞ്ഞിട്ട് പുതിയത് മേടിക്കുന്നത്. അല്ലാതെ ഗുണമൊന്നുമില്ലെങ്കിൽ നമ്മളത് മേടിക്കില്ലല്ലോ. അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങളിലാണ് എന്താണ് നോർമലായിട്ട് മെഷീൻ ഉപയോഗിച്ച് ഒരു സമയം കഴിയുമ്പോൾ നശിച്ചു പോകുന്നത് കൊണ്ടും, അല്ലെങ്കിൽ പുതിയ ടെക്നോളജിപരമായിട്ട് പുതിയ മെഷീൻ വന്നു കഴിയുമ്പോൾ പഴയത് വേണ്ട എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് റീപ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നത്. ദെൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെയിൻ്റനൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ്: to keep all the production facilities and other allied facilities such as building and premises, power supply system in an optimum വർക്കിംഗ് കണ്ടീഷൻ. എന്താണ് എല്ലാ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസും അല്ലെങ്കിൽ ബാക്കി നമുക്കുള്ള എല്ലാ ഫെസിലിറ്റീസും ഒപ്റ്റിമം വർക്കിംഗ് കണ്ടീഷൻ ആവശ്യമായ രീതിയിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ്റനൻസിൻ്റെ ആദ്യത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തത് എന്താണ്? to ensure specified accuracy to product and time schedule of delivery to customers. എന്താണ് കൃത്യമായ ആക്യുറേറ്റ് ആയ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് ഒരു ടൈം ഷെഡ്യൂളിനുള്ളിൽ കറക്റ്റായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. പിന്നെന്താണ്? മിഷൻ്റെ ഡൗൺ ടൈം അറ്റ് ദ മിനിമം ആക്കി പ്രൊഡക്ഷൻ പ്രോഗ്രാമിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോഗ്രാമിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ മിഷൻ്റെ ഡൗൺ ടൈം ഇൻ ദ മിനിമം ആക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ മിനിമം ആക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. പിന്നെന്താണ്? ടു കീപ് ദ പ്രൊഡക്ഷൻ സൈക്കിൾ വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് റേഞ്ച്. പ്രൊഡക്ഷൻ സൈക്കിളിനെ അതിൻ്റെ എക്സസ് പോകാതെ അല്ലെങ്കിൽ വേസ്റ്റേജ് ഒന്നും വരാതെ ഒരു സ്റ്റിപ്പുലേറ്റഡ് റേഞ്ചിൽ കീപ്പ് ചെയ്യുക. അതാണ് നാലാമത്തെ ഒബ്ജക്റ്റീവ്. ദെൻ അഞ്ചാമത് പറയുന്നത് എന്താണ്? മിഷൻ ടൂൾസ് എല്ലാം മോഡിഫൈ ചെയ്ത് നമുക്ക് ആവശ്യമായ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ കൂട്ടുന്ന രീതിയിൽ ആവശ്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അഞ്ചാമത് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? പുതിയ എക്സിസ്റ്റിംഗ് മിഷൻ ടൂൾസും അതുപോലെ തന്നെ അഡീഷണൽ ക്യാപിറ്റൽ യൂസ് ചെയ്യാതെ തന്നെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് കോസ്റ്റ് മിനിമൈസ് ചെയ്യുക. അതുപോലെ ലാസ്റ്റ് ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് നമ്മുടെ പ്ലാന്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയാണ് മെയിൻ്റനൻസിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. പിന്നെ കുറച്ച് ഇലുസ്ട്രേഷൻസ് കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങൾ തന്നെ നോക്കുക. ദെൻ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കിലേക്കാണ് വരുന്നത്. എന്താണ്? സ്പെയർ പാർട്സ് മാനേജ്മെൻറ്റ്. നമുക്കറിയാം എന്താണ് സ്പെയർ പാർട്സ് എന്നുള്ളത് അല്ലേ? In manufacturing, plants that own a huge number of equipments, supervising the spare parts correctly and in a timely manner is very difficult. Usually, spare parts are recognized in two main groups: fast-moving and slow-moving parts. എന്താണ്? ഒരു മാനുഫാക്ചറിങ് പ്ലാന്റിൻ്റെ അകത്തുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സിനെയും സൂപ്പർവൈസ് ചെയ്ത് അതിൻ്റെ സ്പെയർ പാർട്സ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. യൂഷ്വലി നമ്മൾ സ്പെയർ പാർട്സിനെ രണ്ട് കാറ്റഗറി ആയിട്ടാണ്, അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പിലാണ് പറയുന്നത്, മെയിൻ ഗ്രൂപ്പിലാണ് പറയുന്നത്. ഒന്ന് ഫാസ്റ്റ് മൂവിങ് പാർട്സും രണ്ട് സ്ലോ മൂവിങ് പാർട്സും. ഓർത്ത് വെക്കുക. ഫാസ്റ്റ് മൂവിങ് പാർട്സിൻ്റെ അകത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം. Fast moving parts are those that are usually required and slow moving parts are those that are hardly ever required. ഫാസ്റ്റ് മൂവിങ് പാർട്സ് എന്താണ്? നമുക്ക് എപ്പോൾ വേണമെങ്കിലും അടുത്തടുത്ത സമയങ്ങളിൽ തന്നെ യൂസ് ചെയ്യേണ്ടി വരുന്ന, അല്ലെ പെട്ടെന്ന് നമുക്ക് ആവശ്യം വരാൻ സാധ്യതയുള്ളതാണ് ഫാസ്റ്റ് മൂവിങ് സ്പെയർസ്. എന്നാൽ സ്ലോ മൂവിങ് ആയിട്ടുള്ള എന്താ? അത് വല്ലപ്പോഴും ഒക്കെ വളരെ യാദൃശികമായിട്ടായിരിക്കും നമുക്ക് ആവശ്യം വരുന്നത്. ദ മാനേജേഴ്സ് കം അക്രോസ് ഇൻ ഡിഫിക്കൽറ്റി ടു കീപ് ട്രാക്ക് ഓഫ് ദ സ്പെയർ പാർട്സ് യൂസ്ഡ് ആൻഡ് ഡിറ്റർമൈൻ ഫ്യൂച്ചർ ഡിമാൻഡ് മാനുവലി. The main objective of this project is to create a database management system that helps the managers with the process of supervising spare parts. എന്താണ്? മാനേജേഴ്സ് കൃത്യമായിട്ട് ഈ സ്പെയർ പാർട്സ് ഏതൊക്കെ വേണം, എപ്പോഴൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അങ്ങനെ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് നമുക്ക് എന്ത് വേണം? ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം. എന്തിന്? ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടായിരിക്കണം, ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടായിരിക്കണം. എന്തിനാണ്? സൂപ്പർവൈസിങ് സ്പെയർ പാർട്സ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്പെയർ പാർട്സ് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഈ സിസ്റ്റം, ഈ പറയുന്ന സ്പെയർ പാർട്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്തൊക്കെ ട്രാക്ക് ചെയ്യണമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്.
ഫസ്റ്റ് വൺ ഈസ് കീപ് റെക്കോർഡ് ഓഫ് ദ സ്പെയർ പാർട്സ് റിക്കോർഡ് ഫോർ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മെയിൻ്റനൻസ്. ഓരോ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മെയിൻ്റനൻസിന് ആവശ്യമായ സ്പെയർ പാർട്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ റിസീവ് ചെയ്തതും പാസ്റ്റിൽ യൂസ് ചെയ്തിട്ടുമുള്ള എല്ലാ സ്പെയർ പാർട്സിൻ്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക. അതുപോലെ നമുക്ക് ഫ്യൂച്ചറിൽ ആവശ്യം വരാൻ സാധ്യതയുള്ള മെയിൻ്റനൻസ് സർവീസസ് ഏതൊക്കെയാണ് എങ്കിൽ അത് എപ്പോഴൊക്കെ വേണമെന്ന് ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്പെയർ പാർട്സ് നമുക്ക് തരുന്ന വെൻഡേഴ്സ് അവരുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അവരുടെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും സ്പെയർ പാർട്സ് ആവശ്യം വരുമാണ് അല്ലെങ്കിൽ സ്പെയർ പാർട്സിൻ്റെ കൺസപ്ഷൻ വേണ്ടി വരുമോ എന്നുള്ളതിനെക്കുറിച്ച് വേണ്ടി വന്നാലോ എന്നുള്ളതിനെക്കുറിച്ചൊരു പ്ലാന് ഉണ്ടാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് സ്പെയർ പാർട്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം ട്രാക്ക് ചെയ്യേണ്ടത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? മാനേജേഴ്സിനെ സംബന്ധിച്ച് വലിയൊരു കമ്പനിയിൽ കുറേ സ്പെയർ പാർട്സ് വേണ്ടി വരും. ഇതിൽ ഏതൊക്കെ എപ്പോഴൊക്കെ വേണം എന്നുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ഇതിനെക്കുറിച്ച് എല്ലാം ഓർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇതെല്ലാം കൂടെ നമുക്കൊരു മാനേജർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനല്ലേ, പുള്ളിനെക്കുറിച്ച് ഓർത്ത് വെച്ച് അതാത് സമയത്ത് എടുത്തുകൊണ്ട് വരാനൊന്നും പറ്റത്തില്ല. പക്ഷേ അപ്പം നമുക്ക് എന്ത് വേണം? ഒരു ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം വേണം. ആ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തെയാണ് സ്പെയർ പാർട്സ് മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം 5 കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. എന്താണ്? നമുക്കൊരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മെയിൻ്റനൻസിന് എന്തൊക്കെ സ്പെയർ പാർട്സ് ആണ് വേണ്ടത് അവ എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ പാസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള സ്പെയർ പാർട്സിൻ്റെ എല്ലാം റെക്കോർഡ്സ് കീപ്പ് ചെയ്യണം. അതുപോലെ നമ്മൾ എന്തെങ്കിലും മെയിൻ്റനൻസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി ഷെഡ്യൂൾ ചെയ്യണം. പിന്നെ നമുക്ക് സ്പെയർ പാർട്സ് തരുന്ന വെൻഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. അതുപോലെ ഫ്യൂച്ചറിലുണ്ടാകാവുന്ന മെയിൻ്റനൻസിനെ കുറിച്ച് പ്ലാൻ ചെയ്ത് ഒരു ഫോർകാസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടായിരിക്കണം. ഈ 5 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബട്ട് ഫെയിലിയർ cannot be able to eliminate. To avoid failures, spare parts play a vital role. Failure statistics are usually in calculating spare parts for preventive maintenance and breakdown maintenance also. Spares can be classified as per service level of understocking cost. എന്താണ്? പ്രിവെൻറ്റീവ് മെയിൻ്റനൻസിൻ്റെ അകത്തും അല്ലെങ്കിൽ നമ്മുടെ ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസിൻ്റെ അകത്തും സ്പെയർ പാർട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. എന്താ പറയുക, ബ്രേക്ക് ഡൗണിനെ സംബന്ധിച്ച് പിന്നെ ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാണല്ലോ നമ്മൾ സ്പെയർ പാർട്സൊക്കെ വെച്ച് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ വീണ്ടും നമ്മളതിനെ വർക്ക് ചെയ്തെടുപ്പിക്കുന്നത്. പക്ഷേ പ്രിവെൻറ്റീവ് മെയിൻ്റെനൻസിൻ്റെ അത് അങ്ങനെയല്ല. സ്പെയർ പാർട്സ് കീപ്പ് ചെയ്യണം. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അപ്പം തന്നെ സ്പെയർ പാർട്ട് മാറ്റി വെക്കേണ്ടതാണെങ്കിൽ ആ സ്പെയർ പാർട്ട് വെച്ച് നമ്മളത് മാറ്റിയെടുക്കണ്ടേ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എല്ലാ സ്പേസും നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സ്പെയേഴ്സിൻ്റെ ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. റെഗുലർ സ്പെയേഴ്സ്, ഇൻഷുറൻസ് സ്പെയേഴ്സ്, ക്യാപിറ്റൽ സ്പെയേഴ്സ്, റോട്ടബിൾ സ്പെയേഴ്സ്. എന്താണ് റെഗുലർ സ്പെയേഴ്സ്? ദ സ്പെയർ പാർട്സ് റിക്വയർഡ് റെഗുലർലി ആൻഡ് ഇൻ സബ്സ്റ്റാൻഷ്യൽ നമ്പർ. എന്താണ്? റെഗുലർലി പെട്ടെന്ന് നമുക്ക് ആവശ്യം വരാൻ സാധ്യതയുള്ള പെട്ടെന്ന് ആവശ്യം വരാൻ സാധ്യതയുള്ള എന്താ പറയുക, നമ്മുടെ സ്പെയേഴ്സിനെയാണ് എന്ത് പറയുന്നത്? റെഗുലർ സ്പെയേഴ്സ് എന്ന് പറയുന്നത്. ഇൻഷുറൻസ് സ്പെയേഴ്സ് എന്താണ്? An insurance spare is a spare part that you hold in your spare part inventory that you would not expect to use in the normal life of the plant and the equipment, but if not available when needed, it would result in significant losses. എന്താണ്? ഇൻഷുറൻസ് സ്പെയേഴ്സ് നമ്മുടെ ഇൻഷുറൻസ് പോലെ തന്നെ നമുക്കത് യൂസ് ചെയ്യേണ്ടി വരുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. ഇപ്പം ഞാൻ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് 20 ലക്ഷം രൂപ എൻ്റെ വീട്ടുകാർക്ക്, എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ നോമിനി വെച്ചിട്ടൊരു ഇൻഷുറൻസ് എടുക്കുന്നു. ഞാൻ മരിച്ചു പോകുന്ന ഉറപ്പുള്ളതുകൊണ്ടല്ലല്ലോ ഞാനത് എടുക്കുന്നത്. ഞാനിപ്പോൾ എടുക്കുകയാണ്, ദൈവമേ കൃത്യമായിട്ട് ഞാൻ മരിച്ചു പോയിട്ട് എൻ്റെ കാരണവന്മാർക്ക് പൈസ കിട്ടണേ എന്നും പറഞ്ഞുകൊണ്ടല്ല നമ്മളത് എടുക്കുന്നത്. അങ്ങനെ എടുത്ത് വെക്കുന്ന സ്പെയർ പാർട്സാണ്. ഇത് യൂസ് ചെയ്യേണ്ടി വരുമെന്നൊന്നും നമുക്കറിയില്ല. എന്താ പറയുക, കൂടുതലും യൂസ് ചെയ്യാൻ തീരെ ചാൻസ് കുറവുള്ള സ്പെയേഴ്സിനാണ് ഇൻഷുറൻസ് സ്പെയേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ക്യാപിറ്റൽ സ്പെയേഴ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോങ് ലൈഫിൽ എന്തെങ്കിലും ബ്രേക്ക് ഡൗണോ അല്ലെങ്കിൽ ലോങ് ലൈഫിൽ ഒരു മെഷീൻ്റെ ലോങ് ലൈഫിൽ എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് ആവശ്യമായി വന്നേക്കാവുന്ന ഒരു സ്പെയറിനെയാണ് ക്യാപിറ്റൽ സ്പെയേഴ്സ് എന്ന് പറയുന്നത്. ദെൻ റോട്ടബിൾ സ്പെയേഴ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ rotable items are generally thought of an item of plant or asset that periodically are changed out for repair. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പീരീഡിനുള്ളിൽ ഇത്ര സമയത്തിനുള്ളിൽ
നമ്മൾ പറയല്ലോ റോട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചീത്തയായി പോകാവുന്ന എന്നുള്ളൊരു മീനിങ് ആണ് നമ്മൾ വരുന്നത്. വെജിറ്റബിൾസോ ഫ്രൂട്ട്സ് ഒക്കെ പോലെ ഒരു പീരീഡിനുള്ളിൽ യൂസ് ചെയ്തില്ല അത് ചീത്തയായി പോലെ ചീഞ്ഞു പോലെ, അതുപോലെ ഒരു പീരീഡിനുള്ളിൽ യൂസ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന സ്പെയേഴ്സിനെയാണ് റോട്ടബിൾ സ്പെയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഇനി കുറേ ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ തന്നെ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഞാൻ കൊടുക്കുന്നുണ്ട്, അതിൽ മെസ്സേജ് അയക്കാം. ഞാനിവിടെ കമൻറ്റ് ചെയ്യാൻ പറയാതെ അതിൽ മെസ്സേജ് അയക്കാൻ പറയുന്നതിന് റീസൺ ഉണ്ട് കേട്ടോ. കാരണം അതാവുമ്പം എനിക്ക് വോയിസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് മനസ്സിലാക്കാനും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും കുറച്ചുകൂടി എളുപ്പം അതായിരിക്കും. നമ്മൾ കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കമൻറ്റിൽ എഴുതിയിടുന്നത് നിങ്ങൾക്ക് എന്നാന്ന് മനസ്സിലാവണമെന്നില്ല, പറയുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പമാവുന്നത്. സെക്കൻഡ് ഗ്രൂപ്പിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഞാനത് നോക്കിയിട്ട് പറഞ്ഞു തരാവുന്നതേ ഉള്ളൂ. പക്ഷേ എൻ്റെ ടെക്സ്റ്റൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ വീഡിയോയിൽ കുറേ ഡിസ്റ്റർബൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീട് റോഡിനോട് വളരെ ചേർന്നാണ്. മെയിൻ റോഡിനോട് വളരെ ചേർന്നാണ്. അപ്പോൾ ഈ വണ്ടികളൊക്കെ പോകുന്നതിൻ്റെ നല്ല സൗണ്ടുണ്ട്. ഐ എം റിയലി സോറി അബൌട്ട് ദാറ്റ്. ഓക്കെ ഗായ്സ്, എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. December 2021 എക്സാം എഴുതുന്ന എല്ലാവർക്കും തീരെ കുറച്ച് ടൈമേ ഉള്ളൂ. മേക്ക് ഇറ്റ് ഫാസ്റ്റ്, എത്രയും പെട്ടെന്ന് ചെയ്യുക. നിങ്ങൾ നല്ലപോലെ പഠിക്കുക, നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. മാക്സിമം MCQസും മറ്റു കാര്യങ്ങളും എല്ലാം നോക്കുക. പിന്നെ ബൈ ഹാർട്ട് ചെയ്യാൻ ഇന്ന് നിങ്ങൾക്ക് സമയമില്ല. ഇപ്പോൾ ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൽ നിങ്ങൾക്ക് മാക്സിമം പഠിച്ചു വെക്കാൻ പറ്റുന്ന തിയറി ഒത്തിരി ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇപ്പം നമ്മൾ പഠിച്ച 7th സ്റ്റഡി നോട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ സ്വന്തമായിട്ട് എഴുതാവുന്നേ ഉള്ളൂ. ബ്രേക്ക് ഡൗൺ മാനേജ്മെൻറ്റ്, പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ്, പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് അതൊക്കെ നമുക്ക് തന്നെ എഴുതാവുന്നേ ഉള്ളൂ. റീപ്ലേസ്മെൻറ്റ് ഓഫ് മിഷൻസ്, നമുക്കറിയാം മിഷൻസ് റീപ്ലേസ് ചെയ്യുന്നത് എന്താണെന്ന് അറിയില്ലേ. സ്പെയർ പാർട്സ്, ഇതൊക്കെ നമുക്ക് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. ചെറുതായിട്ട് നിങ്ങളൊരു 2 തവണ ഇത് വായിച്ചു നോക്കിയാൽ, അല്ല ഈ വീഡിയോ തന്നെ നിങ്ങളൊന്ന് 2 തവണ കണ്ടാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല രീതിയിൽ ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് മേടിക്കാം. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ നമുക്ക് നല്ല മാർക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ ഫുള്ള് പാസ്സായില്ല എങ്കിലും എക്സംഷൻ മേടിക്കാനുള്ള ചാൻസ് എങ്കിലും നിങ്ങൾക്ക് കിട്ടും. സോ ഗായ്സ്, വർക്ക് ഹാർഡ്, ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു. ഒരു കാര്യം കൂടി, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി എളുപ്പമായിരിക്കും. എൻ്റെ ചാനലൊക്കെ ആകെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും കുറച്ച് വ്യൂസും മാത്രം ഉള്ളതാണ്. അപ്പം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കാണണമെന്നില്ല. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ നോട്ടിഫിക്കേഷനും കൂടെ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും പുതിയ വീഡിയോ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും, പഠിക്കാൻ എളുപ്പമായിരിക്കും. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്.